ഹലോ. അപ്പോൾ നമ്മളിതാ ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ശിവാജി നഗരം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ചർച്ച് സ്ട്രീറ്റൊക്കെ പോലെ വളരെ ഫേമസ് ആണ് ജയനഗർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ആസ് യൂഷ്വൽ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഈവനിങ് ആണ് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ഈവനിങ് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നില്ലേ? ഒരുപാട് റഷൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ തവണത്തെയും പോലെയല്ല, ഇന്ന് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ബസ്സിലാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്, BMTCയിലാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ഗോൾഡൻ അവേഴ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റീൻ്റെ വ്യൂ മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചധികം നാളുകളായിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ സൺസെറ്റൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ പുറത്തേക്കുള്ള ഒരു വ്യൂവും ഞാൻ മിസ്സാക്കിയിട്ടില്ല. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ളതായിട്ട് തോന്നി. ഇനി ഈ ഒരു വീഡിയോ വന്നിട്ട് ഈ വർഷം സ്റ്റാർട്ടിങ്ങിലെടുത്തൊരു വീഡിയോ ആണ്. വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടും കുറച്ചധികം നാളുകളായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല. അപ്പോൾ എനിക്ക് ഈ വോയിസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇത്രയും നാൾ നിന്നത്. പിന്നെ പണ്ടേതോ സിനിമയിൽ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യാൻ, എന്നാലേ നമുക്കൊരു ധൈര്യമൊക്കെ വരുമെന്ന്. അതേപോലെയാണ് ഞാനിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിതാ ജയനഗറിലോട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ ഒരു കളക്ഷൻസാണ് നോക്കിയത്. ഇതൊരു ആൻറ്റി ടേർണിഷ് ആൻഡ് ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറീസ് ആൻഡ് നെക്ക് പീസസ് ആണ്. നമ്മളിതാ ജയനഗറിൽ ബസ് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു സ്ട്രീറ്റിലാണുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ കുറച്ച് നേരം നിന്നിങ്ങനെ മാംഗോസ് കട്ട് ചെയ്ത് നോക്കി നിന്നു. അതിനുശേഷം നമ്മളങ്ങോട്ട് നടന്ന് നോക്കിയപ്പോൾ കുറച്ച് കമ്മൽ, പിന്നെ ചെരുപ്പുകൾ, പിന്നെ കുർത്തീസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു കുർത്തീസിനൊക്കെ 250, 350 റേഞ്ചാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഷോർട്ട് കുർത്തീസിന് 250യും ലോങ് കുർത്തീസിന് 350യും അങ്ങനെയാണ് റേഞ്ചസ് ഉണ്ടായിരുന്നത്. അവിടുന്ന് 2-3 കുർത്തീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നു നോക്കിയപ്പോൾ ഇവിടെ കുറേ സെറാമിക് കപ്സ് കണ്ടു. ചൂടെ ഫ്രണ്ടോട്ട് പോയപ്പോൾ ഒരു ഫ്രഷ് വെജിറ്റബിൾ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ജിമ്മിക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജയനഗർ 4th ബ്ലോക്കിലുള്ള ജിമ്മിക്ക് ഒരു മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആക്സസറീസിൽ എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. അത്രയും കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്. അതേപോലെ ഈ ഷോപ്പ് 2 ഫ്ലോറായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ കൂടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കൺഫ്യൂഷനായിരിക്കും ഏതെടുക്കണം, അത്രയേറെ കളക്ഷൻസ് ആണുള്ളത്. എനിക്ക് മൊത്തത്തിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സും ഈ ഒരു ലൈറ്റിങ്ങും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു കമ്മൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പ്രൈസ് വന്നിട്ടുള്ളത് 419 ആണ്. ഇത് ട്രഡീഷണൽ വെയർസിനോടൊക്കെ നന്നായി പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു കമ്മലും കൊള്ളായിരുന്നു. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് പീസിൻ്റെ ഏരിയ ആയിരുന്നു കേട്ടോ. കാര്യം എനിക്ക് മിനിമൽ ജ്വല്ലറീസിനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ജ്വല്ലറീസൊക്കെ കണ്ട് അതൊക്കെ നോക്കി ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ തന്നെ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലത്തെ കുറച്ച് ക്യൂട്ട് ഐറ്റം സെറ്റായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു 289 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇതേപോലെ 4 എണ്ണം വരുന്ന സെറ്റുണ്ട്. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ 5 എണ്ണം വരുന്ന സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് ജിമ്മിക്കീസിൻ്റെ ഒരു വൈഡ് റേഞ്ചസ് ഉണ്ടായിരുന്നു. ചെറുത് മുതൽ വലുത് വരെ എന്ന് പറയുന്ന പോലത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതേപോലെ പേൾസിൻ്റെ പിന്നെ ബീച്ച് വെയറിനൊക്കെ പറ്റിയ പോലത്തെ അങ്ങനത്തെ കമ്മൽസും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ബാംഗ്ലൂരിൽ വരികയാണെങ്കിൽ ഈ ജയനഗറിലെ 4th ബ്ലോക്കിലുള്ള ഈ ഒരു ജമിക്കി എന്ന് പറയുന്ന സ്റ്റോറ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുറേ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് പേർച്ചേസൊക്കെ ചെയ്ത് മൊത്തം ഔട്ട്ലെറ്റ് എല്ലാം നോക്കി ഇറങ്ങി. എന്നിട്ട് മെല്ലെ നടന്നു. നമ്മൾ അവിടെ സ്ട്രീറ്റ് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയത്. ജയനഗർ മെട്രോന്ന് നേരെ MG റോഡിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. യൂഷ്വലി നമ്മൾ ചേർച്ച് സ്ട്രീറ്റിലൊക്കെ പോയി ഈ ക്യൂട്ട് സാധനങ്ങളൊക്കെ കുറച്ചെല്ലാം നോക്കി നിന്നു. എന്നിട്ട് കുറച്ചും കൂടെ നടന്നു. അപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വൈകിട്ട് ഇറങ്ങിയിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് റോൾസൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് കിട്ടും. റൂമിലെത്തി അപ്പോൾ തന്നെ ഞാനിതാ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എനിക്ക് വേണ്ട പാക്കേജിംഗ് ആണ് കൂടുതൽ ഇഷ്ടമായത്. ഈ ഒരു സിപ്ലോ കവറും ഈ ഒരു കസ്റ്റമൈസ്ഡ് കവറൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കമ്മൽസ്, ഈ ഒരു കമ്മൽ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു നെക്ക് പീസ്, അടിപൊളി ഒരു നെക്ക് പീസാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറെ ഒരു നെക്ക് പീസാണ്, ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റിയ പോലത്തെ ഒരു നെക്ക് പീസ്. ഈ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുണ്ടല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.